മര്യാദക്ക് തരാനാ പറഞ്ഞത്. എടി തരാൻ കയ്യിന്ന് വിടാൻ. നീ നിന്റെ അപ്പനെ കൂടി എഴുക്കിട്ട് കേസ് കൊടുത്തുണ്ടാക്കാന്ന് വിചാരിച്ചടി. നീ മര്യാദക്ക് തരണ്ട. ഇവിടെ തരാനാ പറഞ്ഞത്. ചവിട്ടിന്റെ അടിവേറെ കളിക്കും താടി. പഠിപ്പിക്കലൊക്കെ ഇവിടുത്തെ പിള്ളേരോട് മതി. നീ എന്നെ ഉണ്ടാകാതെ കണ്ട അടിവേരെടുത്ത് കളക്കഞ്ഞ കണ്ടിട്ട് എനിക്കിട്ടുണ്ടാക്കലേ. ആരാ തല്ലിത്? ആരാ? ഇങ്ങനെ തല്ലുകടാ. നിന്റെ അമ്മയുടെ എനിക്ക് വേണം. ചന്തു നീ എതുക്കാണ് നടുവിലാണ്? ചന്തു അടിക്കാം. കഴിഞ്ഞു. സ്നേഹ ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ അയാൾ ഇവിടെ കയറി വന്നിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഞാൻ കരുതിയില്ല. ടീച്ചറെ, അതൊക്കെ സ്കൂളിന് പുറത്തുള്ള കാര്യം. ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള സ്റ്റുഡന്റിനെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. TC കൊടുത്ത് അങ്ങോട്ട് വിടണം ഫാദർ. അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ കൂടി അതൊരു മോട്ടിവേഷൻ ആവും. സ്കൂൾ കോമ്പൗണ്ടിൽ കയറി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറുടെ ദേഹത്ത് കൈവച്ചാൽ അവനെ പിന്നെ എന്ത് ചെയ്യണമെന്നാ സാർ പറയണത്? അല്ല, അത് അവനേതോ
മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ലേ ടീച്ചറെ? ക്രിമിനൽസാ സർ. അയാളും അയാളുടെ കൂടെയുള്ളവരും. അവരിനി ഈ കുട്ടി ഇവിടെ പഠിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. അയ്യോ, അതിന് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ചോ. അയാള് ടീച്ചറെ ചവിട്ടണുണ്ടപ്പോൾ എനിക്കെൻ്റെ അമ്മേനെ ഓർമ്മ വന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഇനി ഉണ്ടാവില്ല. നീങ്ങൊന്നേ. ഞാൻ പോലീസിനെ വിളിക്കാത്തത് നിന്നെ ഓർത്തിട്ടാ. ഇവിടുന്ന് കൂടി പറഞ്ഞു വിട്ടാലത്തെ അവസ്ഥ അറിയാമല്ലോ. ഡാ, ഈ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തീർക്കാൻ എനിക്കറിയാം. ഇനി നിന്റെ തെമ്മാടിത്തരം വല്ലതും ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കൺവിൻസ് ചെയ്ത് ഡീല് ഫിക്സ് ചെയ്തെന്ന് നിനക്കറിയാമോ? ഇതിന്റെ ഇടയ്ക്ക് നീ നിന്റെ ഫാമിലി മോട്ടർ ഉണ്ടാക്കിയിട്ടും ആരെയാണ് കയറ്റി വിട്ടിരിക്കുന്ന അറിയാമോ? അക്കവിടെ തമ്പി. അവനൊരു പോറില് പോലും ഏൽക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു കയറ്റി വിടണം. മനസ്സിലാണോ നിനക്ക്? നീ പഠിക്കാൻ വേണ്ടി തന്നെയാണോ സ്കൂളിൽ പോകുന്നത്? അവള് വാറ്റ് പഠിക്കാൻ പോയിരുന്നു. വാറ്റ് എനിക്ക് കുടിക്കാനല്ല ഞാൻ പറഞ്ഞേ. പിന്നെ നിന്റെ അപ്പുറം കുടിക്കാനാണല്ലോ. എടി ഞാൻ പി ടി എ പ്രസിഡന്റ് പറഞ്ഞ് എന്ത് തോന്നി അത് കാണിക്കാന്ന് വിചാരിക്കുന്നു. ആ എന്നാ ചേച്ചാ രാജിവെച്ചോ, അതാ നല്ലത്. ശരി, സമാധാനം കിട്ടുമല്ലോ. ആ ഓ, അപ്പൊ പിന്നെ നിനക്ക് എവിടെ കിടന്നു കുന്തളിക്കാലോ. കുന്തളിക്കൽ മാത്രല്ല, നാളെ പോലെ നോക്കിക്കോ. ഏയ് കുഞ്ഞിച്ച, എന്റെ തിരക്കൊച്ചിനൊന്നും പഴയരുത്. ഇല്ല ഞങ്ങൾ വാ, സൂക്ഷിച്ച്. കുഞ്ഞിച്ച ചീര് പേർക്ക് കഴിഞ്ഞേക്ക്. അത് നല്ലതാ, അല്ലെങ്കിലേ കാല് മുറി അല്ലേ തമ്മി? ആ മുറി വാ. തൊമ്മിയുടെ ഒരു കാര്യം ചില നേരത്തെ എന്റെ അപ്പച്ചന്റെ ഊരാ.